നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് 3 വില്ലുമംഗലങ്ങളുണ്ടായിരുന്നു. 1-ാം വില്ലുമംഗലം, 2-ാം വില്ലുമംഗലം, 3-ാം വില്ലുമംഗലം. അങ്ങനെ അതിലൊരു വില്ലുമംഗലത്തിന് ചിന്താമണി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. എത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നാലും വൈകുന്നേരങ്ങളിൽ അവിടെ എത്താൻ വില്ലുമംഗലം ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ശക്തിയായിട്ടുള്ള മഴ കാരണം അദ്ദേഹത്തിന് അവിടേക്ക് എത്താൻ സാധിച്ചില്ല. വളരെ രാത്രിയായിട്ടും മഴ മാറാത്തത് കൊണ്ട് ഇരുട്ടത്ത് എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടുക എന്നുള്ള രീതിയിൽ അദ്ദേഹം കൂരിരുട്ടിൽ തപ്പിത്തടഞ്ഞ് ഒരുവിധം പുഴയ്ക്കരികിലെത്തി. പുഴയൊക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. അങ്ങനെ ആ പുഴയിൽ കൂടെ എന്തോ ഒരു സാധനം ഒഴുകി വരുന്നത് കണ്ടു. തടികഷ്ണാണെന്ന് വിചാരിച്ച് ഒരു വിധത്തിൽ അത് കയറി അക്കരയ്ക്ക് തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അർദ്ധരാത്രിയോടെയാണ് ചിന്താമണിയുടെ അടുത്ത് എത്തണം. അപ്പോൾ ആ സമയം ചിന്താമണി എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വില്ലുമംഗലം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വളരെ വിഷമത്തോടെ അവർ അവിടെ ചുമരിലൊരു ചിത്രം തൂക്കിയിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചിട്ട് വില്ലുമംഗലത്തിനോട് പറയുകയാണ്, ഇവിടത്തേക്ക് ഈ ഉള്ളവളോട് തോന്നിയ ഈ ഏകാഗ്രത അങ്ങോട്ട് കാണിച്ചിരുന്നെങ്കിൽ എപ്പോഴേ സായുജ്യം ലഭിച്ചേനെ. ഇങ്ങനെയുള്ള ഈ ശ്രേഷ്ഠമായ ബ്രാഹ്മണ ജന്മം എന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കുന്നത്? കഷ്ടമാണത്. പക്ഷെ ആ തൂക്കിയിട്ടിരിക്കുന്ന ചിത്രം ആരുടെയായിരുന്നു എന്നറിയോ? അത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആയിരുന്നു. അവരുടെ ആ വാക്കുകൾ വില്ലുമംഗലത്തിൻ്റെ ഹൃദയത്തിൽ തറച്ചു. അതോടുകൂടി അദ്ദേഹത്തിന് പരമാർത്ഥ ജ്ഞാനം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം അവരോട് പറയുകയാണ്, നീ പറഞ്ഞത് ശരിയാണ്, എനിക്കിപ്പോഴാണ് തത്വബോധം ഉണ്ടായത്. എൻ്റെ മനസ്സിനെ ഭഗവാനിലേക്ക് ഉറപ്പിക്കാൻ കാരണമായി നിന്നെ എൻ്റെ ഗുരുവായി ഞാൻ കണക്കാക്കുന്നു. അതിനുശേഷം അദ്ദേഹം രചിച്ചതാണ് ശ്രീകൃഷ്ണ കർണാമൃതം എന്ന് പറയുന്ന ഗ്രന്ഥം. വില്ലുമംഗലം ചൊല്ലി തുടങ്ങിയപ്പോൾ അവർ ചിന്താമണി എഴുതിയെടുക്കുകയുണ്ടായത്. വില്ലുമംഗലം ചൊല്ലിയ എല്ലാ ശ്ലോകങ്ങളൊന്നും അവർ എഴുതിയെടുത്തിട്ടില്ല. വില്ലുമംഗലം ചൊല്ലുന്ന ശ്ലോകങ്ങൾ കേട്ടിട്ട് ഭഗവാന്റെ ചിത്രം തലകുലുക്കിയിരുന്ന പോലെ അവർക്ക് തോന്നിയിരുന്നു. അങ്ങനെ തലകുലുക്കി ഉത്തരം കിട്ടിയ ശ്ലോകങ്ങൾ മാത്രമാണ് അവർ പകർത്തി എഴുതിയിരുന്നത്. ഭഗവാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ചിലതൊന്നും അവരത് എഴുതിയെടുത്തതുമില്ല. മുഴുവൻ ശ്ലോകങ്ങളും ചൊല്ലിത്തീർന്നതിന് ശേഷമാണ് വില്ലുമംഗലം അവിടെ നിന്ന് എഴുന്നേറ്റത്. അങ്ങനെ ഭഗവാന് വരെ കർണാമൃതമായി തീർന്നതിനാലാണ് ആ ശ്ലോകങ്ങൾക്ക് ശ്രീകൃഷ്ണ കർണാമൃതം എന്ന് പേര് വരാനുള്ള കാരണം.